അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സങ്കീർത്തനങ്ങൾ 128:2. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. എല്ലാ അധ്വാനിക്കുന്നവരും അതിൻ്റെ ഫലം കൊയ്യാൻ ആശിക്കുകയും ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. എന്തെങ്കിലും വിതച്ചിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കണമെന്നും ഫലം തരണമെന്നും ആശിച്ച് മോഹിച്ച് കാത്തിരുന്ന് കൊതിയോടെ ദിനങ്ങൾ കൈവിടുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഒരു അധ്വാനം കാഴ്ചവെക്കുന്നവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫലം കിട്ടണമേ എന്ന്. ആ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. രാവിലെ മുതൽ വെയിലത്ത് പണിയെടുക്കുന്നൊരു തൊഴിലാളി തൻ്റെ അധ്വാനത്തിന് സന്ധ്യയോടടുക്കുമ്പോൾ ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവ് അധ്വാനിക്കുന്നവരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ അധ്വാനത്തിന് നീ ഫലം അനുഭവിക്കും. കഴിഞ്ഞില്ല. അങ്ങനെയുള്ള മനസ്സോടുകൂടി അധ്വാനിക്കുന്നവർക്ക് സന്തോഷമുണ്ടായിരിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. ഒരു പക്ഷേ നമ്മുടെ പ്രത്യാശയ്ക്കോ പ്രതീക്ഷയ്ക്കോ അനുസരിച്ചൊരു ഫലം ഉടനെ വന്നില്ല എന്ന് കരുതി ക്ലേശിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആകയാൽ ഫലത്തെ കണ്ടുകൊണ്ടിരുന്ന് അധ്വാനിക്കാതെ എൻ്റെ ഉത്തരവാദിത്വവും കടമയും ഒപ്പം തന്നെ സ്നേഹവും ഉള്ളിൽ സൂക്ഷിച്ച് അധ്വാനത്തിൽ മുഴുകൂ. അതിനൊരു യജമാനനുണ്ട്, ദൈവമാണ്. എല്ലാ തൊഴിലുകളും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ച് അത് വളർന്ന് വിദ്യാഭ്യാസത്തിന് പോകുന്നത് വരെ ആ കുഞ്ഞ് സ്വായത്തമാക്കുന്ന എന്തുമാത്രം കാര്യങ്ങളുണ്ട്. അത് ആ കുട്ടിയുടെ അധ്വാനമാണോ? അല്ല. ദൈവം ലോകത്തിൻ്റെ പല കോണുകളിൽ കോടിക്കണക്കിന് മനുഷ്യരെ അധ്വാനങ്ങളിൽ ക്രമീകരിച്ച് അയക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പലതും സന്തോഷത്തോടെ അനുഭവിക്കുന്നു, നന്മകൾ നമ്മൾ നുകരുന്നു. വചനത്തിൽ വിശ്വസിക്കാം, അധ്വാന ഫലം നിനക്ക് അനുഭവിക്കാം, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.